ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജിത എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജിത. യഥാർത്ഥ പേരല്ലേ? എനിക്കിപ്പോൾ 28 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായതാണ്. എൻ്റെ വീട്ടിലെ സാഹചര്യം ഒരു സാധാരണ സാഹചര്യം തന്നെയാണ്. അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. അമ്മ കഷ്ടപ്പെട്ട് എന്നെയും അനിയനെയും വളർത്തി. അനിയൻ ഈ അടുത്ത കാലത്താണ് കല്യാണം കഴിച്ചത്. അതായത് 1.5 വർഷത്തിന് മുമ്പ്. അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ, അതും അന്യജാതിയിൽപ്പെട്ടൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു പോവുകയായിരുന്നു. അമ്മയ്ക്കെന്തോ അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് മാനസികമായ അകലത്തിലായി. അവളും അവനും കൂടെ ഇപ്പോൾ ഗൾഫിലാണ്. അമ്മ അവന് കാശ് ബാങ്കിലിട്ട് കൊടുക്കും. പക്ഷെ അമ്മ എന്നാലും അവനോട് മിണ്ടാറില്ല. വാശിയും വൈരാഗ്യമൊന്നും വേണ്ടാന്ന് 100 വട്ടം ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഒറ്റയ്ക്ക് താമസിക്കാനും ഞങ്ങളെ ഒറ്റയ്ക്ക് വളർത്താനുമൊക്കെ കഴിവുള്ള അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. എൻ്റെ ഭർത്താവ് ഒരു പാവമാണ്. ആ ഒരു സ്ലോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ജീവിതത്തിലും. എങ്കിലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കിതുവരെ കുട്ടിയായിട്ടില്ല. കാര്യം പുള്ളിക്ക് ഗൾഫിലൊക്കെ നിന്നിട്ട് ഇടയ്ക്ക് വരുമ്പോഴേക്കും കാര്യങ്ങളൊന്നും ശരിയായി നടക്കാത്തതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല. എൻ്റെ ഭർത്താവിന് എന്നേക്കാൾ 7 വയസ്സ് മൂപ്പുണ്ട്. അദ്ദേഹം വീടിനടുത്ത് തന്നെ വേറൊരു വീട് വെച്ചിരുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ പുതിയ വീട്ടിലേക്കാണ് ഞാൻ ചെന്ന് കയറിയത്. ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. ചെറിയൊരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അവരുടെ തറവാട്ട് വീടും ഈ വീടുമായിട്ട്. ഈ 2 വീട്ടിലുമായിട്ടാണ് അമ്മായിച്ചനും അമ്മാമ്മയും താമസിക്കുന്നത്. കൂടുതലും ഇളയ മകനോടൊപ്പമാണ് അവർ താമസിക്കുന്നത്. പിന്നെ ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് തനിച്ച് രാത്രി കിടന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ അനിയൻ ഇങ്ങനൊരു കല്യാണം കഴിച്ചല്ലോ. അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എങ്കിലും അനിയൻ ഗൾഫിൽ പോയി കഴിഞ്ഞ് 2-ാം മാസം അമ്മ എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരണം, ഒരാഴ്ച എൻ്റെ കൂടെ നിൽക്കണം, അത്യാവശ്യമായ ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. എന്താ അമ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉത്തരവൊന്നും പറഞ്ഞില്ല. നീ വന്നേ മതിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിയോട് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ആദ്യ ദിവസം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒന്നും മിണ്ടിയില്ല. 2-ാമത്തെ ദിവസം ഞാൻ തിരിച്ചു പോവുകയാണ്. എന്താ പ്രശ്നം എന്ന് പറയൂ എന്ന് പറഞ്ഞ് ഞാൻ ഷൗട്ട് ചെയ്തപ്പോഴാണ് അമ്മ എന്നെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞത്. മോളെ, എടി, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണല്ലോ. മറ്റേത് അവനോ ആരെങ്കിലും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. നല്ലൊരു ചെക്കനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് അമ്മ ഓടിച്ചു വിട്ടതല്ലേ. അവനോട് സ്നേഹമായി നിന്നിരുന്നെങ്കിൽ അവനും ഭാര്യയും ഇവിടെ വന്ന് നിൽപ്പില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒട്ടും ശരിയാകില്ല എന്ന് പറഞ്ഞ് അമ്മ വാദിച്ചു. ശരി, അവർ പോയി. ഇനിയിപ്പോൾ എന്താ, ഒരു വേലക്കാരിയെ നിർത്തണോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, വേലക്കാരിയെ നിർത്തുന്ന കാര്യമല്ല ഞാൻ പറയുന്നതെന്ന്. ഞാൻ ചോദിച്ചു, പിന്നെന്താ, അമ്മയ്ക്ക് വേറെ കല്യാണം കഴിക്കണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുഖം അങ്ങ് തൊടുത്തു. നിനക്ക് മനസ്സിലായോ കാര്യങ്ങൾ മോളെ? എടി, എന്നോട് ഈയിടെയായിട്ട് ഒരാൾക്ക് വലിയ താല്പര്യം. അങ്ങേരുടെ ഭാര്യ മരിച്ചു പോയതാണ്. ധാരാളം സ്വത്തുള്ളൊരു മനുഷ്യനാണ്. അങ്ങേർക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാണ് ഈ പ്രായത്തിൽ അമ്മയെ കല്യാണം കഴിക്കാൻ നടക്കുന്നത്? അപ്പോഴേക്കും അമ്മ എന്നെ ആട്ടി. നീ എന്താണ് വിചാരിക്കുന്നത്? എനിക്കിപ്പോഴും അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അമ്മയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അയാളുടെ ഫോട്ടോ കാണിച്ചു. നല്ലൊരു മനുഷ്യൻ, 40-45 വയസ്സ് കാണും. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു യോഗ്യനാണ്. ഓ, ഇങ്ങനെ എന്തിനാണ് 10 വയസ്സിന് മൂത്ത അമ്മയെ കല്യാണം കഴിക്കുന്നത്? ഇയാൾക്ക് കുറച്ചുകൂടി ചെറുപ്പക്കാരികളെ പെണ്ണുങ്ങളെ കിട്ടില്ലേ എന്ന് ഞാൻ മനസ്സിലാലോചിച്ചു. അല്ല, ഇയാൾ എവിടുത്തുകാരനാണ്? തൃശ്ശൂരുള്ള ആളാണ്. തൃശ്ശൂരുള്ള ആളെ അമ്മ എങ്ങനെ കണ്ടുപിടിച്ചു? എടി, ടൗണിൽ പുള്ളിക്ക് ഒരു സ്ഥാപനമുണ്ട്. സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാതെ നിന്ന് ഒരുങ്ങി കെട്ടിപ്പോകുമ്പോൾ പല ആണുങ്ങളും വരും. അമ്മ പ്രായത്തിനനുസരിച്ച് നടക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും അമ്മ എന്നെ തെറി വിളിച്ചു. എടി, ഞാൻ നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. നിന്നേക്കാളും സൗന്ദര്യമുണ്ട്, എനിക്കറിയാമോ. നിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ മുഖവും നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ വലിയ സുന്ദരിയൊന്നുമല്ല. നിന്നെ ഒരുത്തെ കിട്ടിയതന്നെ ഭാഗ്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ആ ഭാഗ്യത്തിൽ ഞാൻ സംതൃപ്തയാണ്. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അങ്ങേരെന്തിനാണ് അമ്മയുടെ പുറകെ നടന്ന് കെട്ടാന്ന് പറഞ്ഞത്? അതും 10 വയസ്സിനുള്ള ആൾ. നല്ല പെണ്ണുങ്ങളെയൊന്നും അങ്ങർക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പിന്നെയും തറുതല പറയാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ ശരിയാകില്ല. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയുടെ തീരുമാനം എന്താണെന്ന്. അല്ല, അമ്മ കല്യാണം കഴിഞ്ഞിട്ട് ഇനി തൃശ്ശൂരെങ്ങാനും പോവോ? അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ കഴിയും. പുള്ളി ഇവിടെ കഴിഞ്ഞോളും. ഇവിടെ ബിസിനസ് ഉണ്ടല്ലോ. പിന്നെ 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ മാസത്തിൽ പുറത്തായിരിക്കും. പിന്നെ ഇങ്ങനെ വരികയും ചെയ്യും. ഇവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു എനിക്കൊരു കൂട്ടാകുമെന്ന്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്ന് സഹകരിക്കണം. അല്ലാതെ ബന്ധുക്കളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിൻ്റെ ഭർത്താവിനോട് നീ ഒന്ന് സൂചിപ്പിച്ചേര്. അപ്പോൾ അമ്മ ഈ തീരുമാനമല്ലേ എടുത്തോ? തീരുമാനമല്ലേ എടുത്തു.
നിന്നോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നിനക്കിഷ്ടമല്ലെങ്കിൽ നീ വരികയും വേണ്ട, നീ നിന്റെ പാട്ടിന് പോയിക്കോ എന്ന് പറഞ്ഞു. ഇവരെ എന്തായാലും പിന്തിരിപ്പിക്കാൻ പറ്റില്ല. കുറച്ച് വാഗ്വാദങ്ങൾക്ക് ശേഷം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങ് സമ്മതിച്ചു മാഡം. അങ്ങനെ ഒരു ദിവസം ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു രജിസ്റ്റർ ഓഫീസിലേക്ക്. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു അവരെന്തെങ്കിലും കാണിക്കട്ടെ, അവരുടെ വായിൽ കയറി ഇറങ്ങാൻ നിനക്ക് പറ്റുമോ? ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? പ്രശ്നമില്ല, നീ അങ്ങ് സപ്പോർട്ട് ചെയ്യേ. അങ്ങേർക്കും അവർക്കും പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ എന്ന് ചോദിച്ചു. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ എൻ്റെ അമ്മായിമ്മയോട് പറഞ്ഞു. അമ്മായിമ്മ അനിയൻ്റെ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനിയൻ്റെ ഭാര്യ പറയുകയാണ്, ചേച്ചിക്ക് എന്തായാലും ഇതുവരെ കുഞ്ഞിക്കാലൊന്നും കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. എന്തായാലും ചേച്ചിയുടെ അമ്മയ്ക്ക് ആ ഭാഗ്യം ഉടനെ ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ കൊത്തും കോളും പറഞ്ഞ് എന്നെ കളിയാക്കി മാഡം. അമ്മായിമ്മ അവളെ ശാസിച്ചു. എങ്കിലും അവൾ ഇത്തിരി കേമിയാണ്. ഞാനത് കേട്ട് തല കുനിച്ച് വരാനേ പറ്റുള്ളൂ. ഭർത്താവിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ അത് കാര്യമാക്കണ്ട, അങ്ങോട്ടേക്ക് പോകാതിരിക്കും നല്ലത്. അച്ഛനും അമ്മയും നിൻ്റെ അടുത്തോട്ട് വന്നോട്ടെ, അത് മതി. അപ്പുറമാണെങ്കിലും അവളുടെ വാക്ക് കേൾക്കാൻ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞതിനെ സമാധാനിപ്പിച്ചു. ആദ്യം രജിസ്റ്റർ ഓഫീസ് എന്ന് പറഞ്ഞെങ്കിലും അമ്മ പിന്നീട് അത് അമ്പലത്തിലേക്ക് മാറ്റി. അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം. അങ്ങനെ ഒരു 25 പേരുണ്ടായിരുന്നു. അവരും ഞാനും എല്ലാം ഉള്ള സാന്നിധ്യത്തിലാണ് ആ കല്യാണം നടന്നത്. അങ്ങനെ അമ്മ വീട്ടിലേക്ക് പിന്നെയും വന്ന് കയറി. എല്ലാവരും പറഞ്ഞതാണ്, നിങ്ങൾ ഇന്നത്തേക്ക് ഹോട്ടൽ മുറിയിലേക്ക് വല്ലതും പോകൂ, അതാണ് നല്ലത്, മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് പോലെയെന്ന്. അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പോകാൻ. പക്ഷെ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അവസാനം വിളക്കെടുത്ത് കൊടുത്ത് അമ്മയെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് തന്നെ കയറ്റിയത് ഞാനാണ്. എന്തൊരു കാര്യങ്ങളാണ് മാഡം, അതാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. എന്തായാലും പിന്നീട് ബന്ധുക്കളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കളിയാക്കിയെങ്കിലും അവർ രണ്ടുപേരും ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോഴേക്കും സമാധാനവും സന്തോഷവും ഉള്ളതുപോലെയാണ് അമ്മ സംസാരിച്ചത്. എനിക്കും അമ്മയ്ക്കൊരു കൂട്ട് വന്നല്ലോ എന്നുള്ള രീതിയായി. പുള്ളിക്കാരനാണെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്, മോളെ എന്തുണ്ട് വിശേഷം, അവിടെ എന്തായി, എങ്ങനെയാണ്, ഭക്ഷണം പാചകം ചെയ്തോ എന്നൊക്കെ പറയും. ഞാൻ 3-4 ആഴ്ച അങ്ങോട്ട് പോയതേയില്ല. പക്ഷേ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, മോളെ ഇടയ്ക്കിടയ്ക്ക് വാ, ഇല്ലെങ്കിൽ കാറും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ ഇല്ലില്ല വന്നിട്ട് പോകൂ, അവിടെ നിനക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലോ, ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നിൽക്കൂ എന്ന് പറഞ്ഞ് കാറും കൊണ്ട് വരും. പതിയെ പതിയെ മഞ്ഞൊരുകി ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല കമ്പനിയായി. കാരണം പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ പണ്ട് കാലത്തൊക്കെ മോഹിച്ച ഒരു പുരുഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഭാര്യ എന്നുള്ള നിലയിൽ എൻ്റെ ഭർത്താവ് ഒട്ടും പെർഫെക്റ്റ് അല്ല. വല്ലപ്പോഴും കിട്ടുന്ന മഴ കൊണ്ട് തളർത്തു വരുന്ന പൊതുനാമ്പ് പോലെയാണ് ഞാൻ. വെയിലേൽക്കുമ്പോഴേക്കും അത് ഉണങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷേ അമ്മയും അയാളും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ കാണുമ്പോഴേക്കും എനിക്ക് അസൂയുണ്ട്. അവിടെ പോയി ഞാൻ മാസത്തിൽ പിന്നീട് 1-2 വട്ടമെങ്കിലും നിൽക്കാൻ തുടങ്ങി, 5-6 ദിവസം. അപ്പോൾ ഞാൻ അവരുടെ പ്രകടന പത്രികകളൊക്കെ കണ്ടു. അമ്മ അടുക്കളയിൽ മീൻ വെട്ടുമ്പോൾ അയാൾ പുറകിൽ പോയി നിൽക്കുന്നു. അമ്മയ്ക്കുണ്ടാകുന്ന അനുഭൂതികൾ ഞാൻ ഓർത്തു. അമ്മയ്ക്കാണെങ്കിൽ ഒരു 16-കാരിയുടെ കുണുക്കമാണ്. അങ്ങോട്ട് ചെല്ലുന്നു, മാറിൽ ചായുന്നു, പിടിച്ചു വലിക്കുന്നു, തൊട്ടു നോക്കുന്നു. എന്തൊക്കെയാണ് മാഡം, എൻ്റെ ഭർത്താവിന് പോലും ഇത്രയും അധികം ആർജവത്വവും ഊർജവും ഇല്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. അമ്മ 2ാം മതവിധു ആഘോഷിക്കുകയാണ്. അമ്മയുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയുകയാണ്. ഞാനാണെങ്കിൽ നിറയാത്ത കിണ്ണം പോലെ വറ്റി വരണ്ട് വാടി ഉണങ്ങിയിരിക്കുന്നു. എനിക്കും ഒരു നല്ല കാലം ഉണ്ടാകുമോ? ഞാൻ ഹസ്ബൻഡിനോട് ഇടയ്ക്ക് വഴക്കിടാൻ തുടങ്ങി. നിങ്ങൾ ലീവിനൊന്നും അപേക്ഷിക്കുന്നില്ലേ? അതോ നിങ്ങൾക്ക് വേറെ ഭാര്യ മക്കളും അവിടെ ഉണ്ടോയെന്ന്? ഭർത്താവ് എന്താണെന്ന് വാ ഇങ്ങോട്ടും, എനിക്കും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നിനക്ക് ഇത്ര നാളെ പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഇളക്കുവെന്നും. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്താ അമ്മയും 2ാം ഭർത്താവും കൂടെയുള്ള പല രംഗങ്ങളും നീ കാണുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലാവും മനുഷ്യ, അതൊന്നുമല്ല, അവരുടെ കാര്യം ഞാൻ എത്തി നോക്കാൻ നടക്കുകയാണോ? നിങ്ങളെ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ വിളിക്കുകയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വരാം മുത്തേ പൊന്നെ എന്നൊക്കെ പറഞ്ഞു. വന്നാലിവിടെ മുത്തുമില്ല പൊന്നുമില്ലെന്ന് എനിക്കറിയാമല്ലോ, എങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങ് പോകാം. സാമ്പാറിന് പകരം ഒരു ഒഴിച്ചുകറിയാണെങ്കിലും ഓക്കെയല്ലേ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ ഭർത്താവിനെ വിളിച്ചത്. പക്ഷേ അങ്ങേരി വരില്ലെന്ന് എനിക്കറിയാം. പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. കാരണം അനിയൻ അവിടെ പണത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇങ്ങർക്ക് വീട് വെച്ചതിന് ബാധ്യത കുറച്ചുണ്ട് താനും. അതുകൊണ്ട് ഞാൻ വിളിച്ചാലൊന്നും പെട്ടെന്ന് വരില്ല.
ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ താമസിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെട്ടു. ഒരു ദിവസം ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴുണ്ട് അദ്ദേഹം അടുക്കളയുടെ സൈഡിൽ ഒരു കോമൺ ബാത്റൂമുണ്ട്. അവിടുന്ന് കുളിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് എടി ടർക്കി എവിടെ, ടർക്കി എവിടെ എന്ന് ചോദിക്കുന്നു. ഞാനപ്പോൾ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നു. നോക്കിയപ്പോഴുണ്ട് ഒരു ചെറിയ കച്ചത്തോർത്ത് മാത്രമുണ്ട് മാഡം, അതും നനഞ്ഞു കുതിർന്നത്. പക്ഷേ നനഞ്ഞു കുതിർന്ന പട്ടുറുമാലിനിടയിലൂടെ ഞാൻ കണ്ടത് ആഫ്രിക്കൻ മുഷിയോ വരാലോ എനിക്കറിയില്ല. നേർത്ത വരകൾ പോലെ എന്തോ കണ്ടു. എനിക്ക് ഊഹിക്കാൻ പറ്റി ഞാൻ കണ്ടത് തിമിംഗലമോ നീലത്തിമിംഗലമോ ഇനി വരാനിരിക്കുന്ന ആ ഭയാനകമായ ഭീമൻ മത്സ്യമോ. എൻ്റെ തറഞ്ഞു നിൽക്കുന്ന അടിപിടി നോട്ടം കൊണ്ട് പുള്ളിയോട് ചോദിച്ചു എന്താ മോളെന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല അമ്മയെന്ന് ഞാൻ വിളിച്ചു. അമ്മ പറഞ്ഞു വരുവാ, എന്താ ഇവിടെ വന്ന് കുളിച്ചത് അങ്കിളെന്ന് ചോദിച്ചപ്പോഴേക്കും അവിടുത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ബാത്റൂമിൽ ഷവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഫോഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അത് നന്നാക്കാൻ വേണ്ടിയിട്ടും ഞാൻ വിളിച്ചിട്ടുണ്ട് ആളെ എന്ന് പറഞ്ഞ് അമ്മ ഒരു വലിയ ടർക്കിയുമായിട്ട് വരുന്നത് കണ്ടപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് അങ്ങ് പോയി. എന്നിട്ട് അവിടെ തോർത്തി കൊടുക്കുകയോ കുസൃതികളോ കൊഞ്ചലോ കുഴച്ചിലോ എന്തോ ഞാനൊന്ന് കേട്ടു മാഡം. എനിക്ക് ഇല്ലാതായി. കാര്യം ഞാൻ ആദ്യകാലങ്ങളിൽ വിവാഹത്തിന് മുമ്പ് ഒന്നും പ്രതീക്ഷിച്ചില്ല. സ്വന്തം പുരുഷൻ എങ്ങനെയായിരുന്നാലും സ്വീകരിക്കുക. ഏത് പെണ്ണും വിചാരിക്കുന്നത് എന്താണ്, സ്വന്തം ഭർത്താവ് അതല്ലേ കൺകണ്ട ദൈവം. അയാൾക്ക് സ്വന്തമായതെല്ലാം എനിക്ക് സ്വന്തം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കഴിയണം. ഇല്ലെങ്കിൽ ഉള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിചാരിക്കണം. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നൊരു സ്ത്രീയാണ്. പക്ഷേ പിന്നീട് പലപ്പോഴും ഗുണം ഇല്ല, ഫലം ഇല്ല. ഗുണത്തിൻ്റെ ഫലം എനിക്ക് കിട്ടാത്തത് കൊണ്ടും കൂട്ടുകാരികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് സന്തോഷം വാരി വിതർന്ന ഭർത്താക്കന്മാരുടെ ഗുണഗണങ്ങൾ അവളുമാർ വർണ്ണിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പ്രാധാന്യമുണ്ട് കരുത്തിനും മറ്റു പലതിനും. എനിക്ക് ഒന്നുമില്ലാത്തവളായി പോയല്ലോ. ആ കൂടി ഗൾഫിൽ ജോലിയുള്ളൊരു ഭർത്താവ്, സ്നേഹമുണ്ട്. അതുമാത്രം കൊണ്ട് കഞ്ഞി വേവുമോ? മൂട്ടിൽ തീ കൊളുത്തിയാലല്ലേ കഞ്ഞിക്കലം തിളയ്ക്കൂ. ഇവിടെ കഞ്ഞിക്കലം തിളയ്ക്കാനുള്ള തീയില്ല, വെറുതെ പുകഞ്ഞു പോവുകയാണ്. വർഷങ്ങളെടുക്കും കഞ്ഞി തിളച്ചു തൂകാൻ. എന്ത് ചെയ്യാനാണ്? പക്ഷേ അമ്മയ്ക്ക് ഈ പ്രായത്തിൽ കിട്ടിയിരിക്കുന്നത് എന്താണ്? ചൂള, ലോഹച്ചൂള, കത്തിരിയുന്ന ചൂള. അമ്മ ഒരു ഭാഗ്യവതിയാണ്, ഞാൻ നിർഭാഗ്യവതിയും. എന്തിനിങ്ങനൊരു ജീവിതം എന്ന് ഞാൻ ആലോചിച്ചു പോയി. എനിക്ക് കരച്ചിൽ വന്നു. നിരാശയുടെ പടുകുഴിയിലേക്ക് ഞാൻ വീണു പോകുകയായിരുന്നു. പിന്നെ മനഃപൂർവ്വം 2 മാസം ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നു. ഞാൻ അവിടെ ധൃതി ഭാവിച്ചു. ഹസ്ബൻഡിനെ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ പുറകെ പോകണമെന്നൊക്കെ പറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മേനോട് വഴക്കുണ്ടാക്കി. എന്താടി നിൻ്റെ അങ്കിളെ വിളിച്ചിട്ടും നീ ഇങ്ങോട്ട് വരാത്തത്? വരണം. ഞാൻ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു വേറെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് വിളിച്ചിട്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് വലിയ കാര്യങ്ങൾ എന്നോട് പറയും. ഞാൻ ഞെട്ടുകയും ചെയ്യും. നീ ഞെട്ടുകയും ഞൊട്ടുപോകുന്നു ചേട്ടാ, ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്, മര്യാദയ്ക്ക് വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. ഞാനവിടെ ചെന്നു. അങ്കിൾ അവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി എവിടെ പോയെന്ന് വെച്ചപ്പോഴേക്കും ബിസിനസ് എന്തോ പോയതാ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ അമ്മ പ്രശ്നമെന്ന്. അമ്മ അപ്പോൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു എടി ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല അങ്ങേരെ. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളെ ചതിച്ചോന്ന്. ചതിയൊന്നും അല്ലടി, ശരിക്കും അവന് ആദ്യ ഭാര്യയിൽ ഒരു കൊച്ചുണ്ട്. പക്ഷേ അങ്ങയുടെ ഭാര്യ മരിച്ചു പോയെന്നും കുട്ടികളില്ലെന്നല്ലേ അമ്മയോട് പറഞ്ഞത്. അങ്ങനെ അല്ലടി. പിന്നീട് പുള്ളി ഒരു ദുർബല നിമിഷത്തിൽ അത് തുറന്നു പറഞ്ഞു. ആ പെൺകുട്ടിക്ക് കുറച്ച് പ്രായമുള്ള കുട്ടിയാണ്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മയുടെ വീട്ടിലാണ്. ഭാര്യ മരിച്ചു പോയെന്ന് പറഞ്ഞത് ശരിയാണ്, ഇയാൾ ചിലവിനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബിസിനസ് ഒത്തിരി അഭിവൃദ്ധിയിലാണ്. പുതിയ പ്രോപ്പർട്ടികളൊക്കെ പുള്ളി വാങ്ങിച്ചിടുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഭയം അതെല്ലാം അയാളുടെ പെൺകുട്ടി കൊണ്ടുപോകുന്നതാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുപോട്ടെ, അയാളുടെ മകളല്ലേ, നിനക്കങ്ങനെ പറയാം. പക്ഷേ ഇത്രയും പണമുള്ള ആളെ ഞാൻ സ്വന്തമാക്കി. അത് കഴിഞ്ഞ ശേഷം അങ്ങേര് ഒരു പ്രയോജനവുമില്ലാതെ എൻ്റെ അടുത്ത് തന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവസാനം ഞാൻ മുകളോട് നോക്കിയിരിക്കേണ്ടി വരില്ലേ? അത് ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞെങ്കിലും ഒരു പ്രോപ്പർട്ടി അമ്മയുടെ പേരിൽ വാങ്ങിക്കാൻ പറയൂ. അതെന്തായാലും അവൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു ഇപ്പം ഞാനെന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ കൈ പിടിച്ചോണ്ട് പറഞ്ഞു മോളെ എടി കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. അവന് കുറച്ചധികം പുതുമകൾ വേണം. എനിക്കാണെങ്കിൽ അവൻ്റെ സ്പീഡിനൊത്ത് നിൽക്കാനും പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു ഇനി ഇപ്പം എന്താണ്, അങ്ങനെ പിരിഞ്ഞു പോകുമോ അതോ വേറെ കല്യാണം കഴിക്കുമോ? അങ്ങനെയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, എടുത്ത
ചാടി ഈ പ്രായത്തിൽ ഞാനിങ്ങനെയൊക്കെ കാണിച്ചത് അബദ്ധമാണെന്ന് തോന്നുന്നു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, അയാളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ലടി. കാര്യം ഇത്ര ഡിഫിക്കൽട്ടാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അമ്മയെ കുറ്റപ്പെടുത്തണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അമ്മ തുടർന്നു, എടി പണ്ടായിരുന്നെങ്കിൽ ഭ്രാന്ത് പിടിച്ച 10 കുതിരകളെ അമ്മ മാനേജ് ചെയ്തേനെ. പക്ഷേ ഒറ്റ കുതിരയെ പോലും അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രായത്തിൻ്റെതായ ആവശ്യതകൾ എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മോളെ. ഇപ്പോൾ ഞാൻ ശരിക്കും അക്കിടി പറ്റിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 1-2 വർഷം കഴിയുമ്പോഴേക്കും അവൻ ഇവിടെ നിന്ന് പോകുമെന്നാണ്. എന്താ അമ്മേ, അങ്ങനെ വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ലടി. കാര്യം എനിക്കറിയാം, മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ അവൻ എന്നെ ഇട്ടിട്ട് പോകും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ സാഹസത്തിനൊക്കെ ഈ പ്രായത്തിൽ ഇറങ്ങി പുറപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ. അപ്പം അമ്മ പറഞ്ഞു, പറ്റിപ്പോയി മോളെ. പക്ഷേ ഇത്രയും വലിയ പണക്കാരൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈനംദിന ചെലവുകൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അല്ലാതെ അവൻ എനിക്ക് വേണ്ടി ഒന്നും തരുന്നില്ലടി. ഞാൻ അതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. അപ്പം അമ്മ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത്? പ്രതീക്ഷിച്ചതും ഇത്തിരി വേറെയൊക്കെ ഉണ്ട്. പണവും സ്വത്തും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഈ വയസ്സുകാലത്ത് ഇതിനിറങ്ങി പുറപ്പെട്ടത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യാമേ? കടിച്ചതുമില്ല പിടിച്ചതുമില്ലെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, അതിനാണ് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ ഓർക്കുകയായിരുന്നു, നീ സുന്ദരിയാണ്. അതിനമ്മ പറഞ്ഞത് ഞാൻ സുന്ദരി അല്ലെന്നാണല്ലോ. എടി, നീ എന്നെ കളിയാക്കി പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ മോളല്ലേ നീ, നിനക്ക് സൗന്ദര്യം ഇല്ലാതിരിക്കുമോ? നിൻ്റെ സൗന്ദര്യം കണ്ട് വശം കിട്ടിട്ടല്ലേ അവൻ നിന്നോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്നത്? നിൻ്റെ ഭർത്താവ് അടിമയെ പോലല്ലേ അവന് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോമേ, അങ്ങനൊന്നുമില്ല. പിന്നെന്താടി, അവൻ വില്ലാളി വീരനാണോ? അമ്പ് കൊണ്ട് കറക്റ്റ് സ്ഥാനത്ത് ചെയ്യാൻ പോലും പറ്റാത്തൊരുത്തനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ആണുങ്ങളുടെ ലക്ഷണശാസ്ത്രമൊക്കെ നേരത്തെ മനസ്സിലാവുമെങ്കിൽ എന്തിനാണ് അയാളെ പിടിച്ച് എൻ്റെ തലയിൽ കെട്ടിവെച്ചത്? അപ്പം അമ്മ പറഞ്ഞു, എടി അവന് പണമില്ലേ, എന്താ നിൻ്റെ ചുറ്റുപാടുകൾക്ക് പ്രശ്നം? ഇപ്പം ഞാനെന്ത് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞത്? കൊച്ചേ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്തായാലും അവനെക്കൊണ്ട് വലിയ ഗുണമില്ല. അവൻ അവിടെ ഇരുന്നോട്ടെ ഭർത്താവായിട്ട്. അവൻ വല്ലപ്പോഴല്ലേ വരികയുള്ളൂ. ആ സമയത്ത് അവൻ്റെ കൂടെ നീ അടങ്ങി ഒതുങ്ങി നിൽക്കുക. ഇവിടെ ഇപ്പോൾ പോരിന് അമ്മയുടെ കൂടെ ഒന്ന് മോള് ചേരുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ യുദ്ധക്കളമാണെന്ന് മോളങ്ങ് വിചാരിക്കുക. വാളും പരിചയം ചുരുക്കി എടുത്തുകൊണ്ട് കുന്തോ ഒക്കെ എടുത്തുകൊണ്ട് മോളങ്ങ് എൻ്റെ കൂടെ നിന്നാൽ മതി. കാര്യങ്ങൾ ശരിയാക്കാം. അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എന്നോട് വിശദമായിട്ട് പറ. എടി, നീ അങ്കിളേന്ന് വിളിച്ച് പറ്റിക്കൊള്ളണം. വൈകിട്ട് വരുമ്പോൾ എന്തായാലും ചെറിയൊരു മദ്യപാന കാര്യം ഉണ്ടല്ലോ പുള്ളിക്ക്. അപ്പോൾ നീ ചഷകത്തിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. എന്ത് മാധുര്യം നിറഞ്ഞു തുളുമ്പുന്ന വീഞ്ഞ്. അങ്ങേരെ പതുക്കെ പതുക്കെ നീ അടുത്തിരുന്ന് സ്നേഹിച്ച് നിൻ്റെ വരുതിയിലാക്കണം. അമ്മ എന്തായി പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എടി, ആ സമയത്ത് ഞാനങ്ങ് മാറി നിൽക്കും. ലഹരി പൊങ്ങുമ്പോൾ അവന് നിന്നോട് വലിയ താല്പര്യം തോന്നുകയാണെങ്കിൽ നീയും താല്പര്യം പ്രകടിപ്പിച്ചേക്കണം. ഒറ്റൊരു വട്ടം അമ്മ കണ്ണടയ്ക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ കണ്ടുപിടിച്ചതായി ഞാനും അങ്ങ് അംഗീകരിച്ച് വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും അംഗീകരിക്കുന്ന ഓർത്തണം കേട്ടോ. അപ്പോൾ പിന്നെ പുള്ളിയെ നമുക്ക് 2 പേർ കൂടെ ചേർന്ന് നമ്മുടെ വരുതിയിൽ നിർത്താം. ഇനിയിപ്പോൾ പ്രോപ്പർട്ടി എൻ്റെ പേരിൽ വേണമെന്നില്ല, എൻ്റെ മോളുടെ പേരിലാണെങ്കിലും വേണ്ടില്ല. നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് മാക്സിമം ഊറ്റിയെടുക്കണം. കാരണം ചുമ്മാ വന്നു പോയി കഴിഞ്ഞാൽ നമുക്കാകും നഷ്ടം. ഞാൻ പറഞ്ഞു, എനിക്ക് നഷ്ടമൊന്നുമില്ല, അമ്മയ്ക്കാണ് നഷ്ടമെന്ന്. എൻ്റെ പൊന്നു മോളല്ലേ. എടി, നീ എൻ്റെ കൂടെ ഒന്ന് കട്ടയ്ക്ക് നിൽക്കുക. മധുചഷകം നീ ഒന്ന് നീട്ടു. അവനതിൽ വീഴും, എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ മതി. എന്തായാലും നിൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒരു മണവും ഗുണവുമില്ല, കുട്ടികളും ഉണ്ടാകുന്നില്ല. എടി, എൻ്റെ കുതിരക്കുട്ടനെ നിനക്ക് ഞാൻ വിട്ടുതരുന്നു എന്ന് പറയുമ്പോൾ നീ സന്തോഷിക്കില്ലേ വേണ്ടത്? എടി, ഒത്തുപിടിച്ചാൽ മലയും പോരും. ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാം, ഉലക്ക നിനക്ക് എടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് മാഡം അങ്ങേര് വരുമ്പോൾ അങ്ങേരെ സൽക്കരിക്കാൻ വേണ്ടി ഞാൻ കൂടാൻ തുടങ്ങിയത്. ഒരു ദിവസം പുള്ളി തന്നെയാണ് കൈ നീട്ടിയത്. നീട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനും എന്തോ ഒരു ക്രഷ് അങ്കിളിനോട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് ചാഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് എന്ന മട്ടിലായിരുന്നു എൻ്റെ ഭാവം. കാരണം എനിക്ക് സൗഭാഗ്യം അമ്മ ഉണ്ടാക്കി തരികയാണെന്ന് അമ്മയ്ക്കറിഞ്ഞാൽ അമ്മയ്ക്കും അസൂയ തോന്നിയെങ്കിലോ എന്നോർത്തു. ഒരു ശീലാവധി ഭാവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ വേണ്ടേ സ്ത്രീകൾ?
അതുകൊണ്ട് ഞാൻ അലിഞ്ഞു ചേർന്നു. അമ്മ അടുക്കളയാണെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ലഹരിയിലായിരുന്നതുകൊണ്ട് അധികം ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷേ അമ്മ ഇടയ്ക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത് തകർക്കാൻ അമ്മയ്ക്കൊരു സെൻറ്റിമെൻറ്റ് സീൻ ക്രിയേറ്റ് ചെയ്യണം, എങ്കിലേ എല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ അമ്മ എന്നോട് ദയ കാണിച്ചു. എല്ലാം കഴിഞ്ഞ് ആലസ്യമായപ്പോഴാണ് അമ്മ വന്നത്. അമ്മ ഞെട്ടുകയും പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കരയുകയൊക്കെ ചെയ്തു. ഞാനും അമ്മി സോറി, അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പാടെ തകർന്നു പോയിരുന്നു. അവസാനം അമ്മ അങ്ങ് പ്രഖ്യാപിച്ചു, എന്തായാലും നടന്നു. അവൾക്ക് ഭർത്താവുള്ളതാണ്. അവിടെ ജീവിതം നശിപ്പിക്കരുത്. അവിടെ ഭർത്താവ് അറിയരുത്. നിങ്ങൾ ഇങ്ങനൊന്നും കുടുംബത്തോട് ചെയ്യരുത്. ഇനിയിപ്പം എന്ത് ചെയ്യാനാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ ഇതെല്ലാം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിച്ച് സിറ്റുവേഷൻസ് ഓക്കെയായി. പിറ്റേ ദിവസം അമ്മ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. അമ്മ എൻ്റെ കഴുത്തിൽ നോക്കിയുണ്ട്. എടി, ഇത് ഇവിടുന്ന് തന്ന താലിമാലയാണോ? 5 പവനുണ്ടായിരുന്നല്ലോ, ഇത് അതല്ലെന്ന് തോന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇത് റോൾഡ് ഗോൾഡല്ലേടി, അവൻ കെട്ടിടം വെക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും പണയം വെച്ചല്ലേ എന്ന് പറഞ്ഞ് അമ്മ കരയുന്ന പോലെയായി. ഞാനപ്പോൾ അമ്മയുടെ ട്രിക്ക് മനസ്സിലാക്കി. അതേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി സമാധാനിപ്പിച്ചു. അതിനെന്താ, ഇല്ലെങ്കിൽ അത് വീട് പണിക്കെടുത്തല്ലേ, നമുക്ക് 5 അല്ല 10 പവൻ മേടിക്കാം എന്ന് പറഞ്ഞു. അന്ന് തന്നെ എനിക്ക് പുതിയ മാല വാങ്ങിച്ചു തന്നു. മാഡം, എനിക്ക് കിട്ടാത്ത സ്വർഗം അദ്ദേഹം കാട്ടിത്തന്നു. എൻ്റെ ഭർത്താവിനോടുള്ള എല്ലാ വിരോധങ്ങളും എനിക്ക് പോയി. അദ്ദേഹം വരുമ്പോൾ നല്ല ഭാര്യയായി ഞാൻ ചമഞ്ഞിരിക്കാൻ കാത്തിരിക്കുകയാണ്. പുള്ളിയോട് ഞാനിപ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കാറില്ല. നല്ല കുട്ടിയായിട്ട് പോകുന്നു. പിന്നെ എനിക്കിവിടെ നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഒരിക്കലും നിന്നു പോകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മാഡം, ചിലരൊക്കെ പറയാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചില മന്ത്രവാദം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നും നമ്മുടെ കൂടെ കാണുമെന്ന്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഫലപ്രാപ്തി ഉണ്ടോ, ലോജിക്കുണ്ടോ മാഡം? അദ്ദേഹത്തെ വിട്ടുകളയാൻ ഞാനോ അമ്മയോ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ അദ്ദേഹം അങ്ങാണം പോയാലോ എന്നോർത്ത് എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. എനിക്ക് വിട്ടു പിരിയാനേ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വല്ലാത്തൊരു കഥ തന്നെ. 2 പേരും മിടുക്കികളാണ്. കിട്ടിയതൊന്നും പോരാ, ഇനി അങ്ങേരെ മന്ത്രവാദം ചെയ്ത് പിടിച്ചു നിർത്തണം. സത്യം പറയാം, ഇത് ചോദിക്കേണ്ടത് വല്ല മന്ത്രവാദികളോടോ അല്ലെങ്കിൽ പൂജകൾ ചെയ്യുന്നവരോടോ വല്ലതും ആണ്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അറിയാത്ത വിഷയത്തെപ്പറ്റി ഞാൻ എങ്ങനെ സംസാരിക്കാനാണ്? എന്തായാലും എൻ്റെ ഭർത്താവിനെ മന്ത്രവാദം ചെയ്ത് എൻ്റെ അടുത്ത് നിർത്തണമെന്നോ എൻ്റെ കാമുകനെ മന്ത്രവാദം ചെയ്ത് എൻ്റെ അടുത്ത് നിർത്തണമെന്നോ ഒന്നും എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. കാര്യം എനിക്ക് ഭർത്താവുണ്ട്, കാമുകനുണ്ടായിരുന്നു, അങ്ങനെ പോയി. പക്ഷേ അവൻ കോടീശ്വരനാണ്. ഇനിയിപ്പോൾ മന്ത്രവാദം ചെയ്ത് അവനെ തിരിച്ചു കൊണ്ടുവന്നാൽ എന്തായിരിക്കും സ്ഥിതി? വേണ്ട. എന്തായാലും എനിക്കറിയാത്ത വിഷയമായിട്ട് പറയുന്നില്ല, എങ്കിലും ഇതിനൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതിന് കഥയായിട്ട് വായിക്കുക എന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെയൊക്കെ പുറകെ പോയി പൈസയൊക്കെ പോകുന്നല്ലാതെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അനുഭവപ്പെടുക. അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് ഞാൻ തൊടുന്നില്ല. ഒരു കഥയായിട്ട് നിങ്ങളത് കൺസിഡർ ചെയ്യുക.